നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ യൂട്യൂബ് കളക്റ്റീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് യൂട്യൂബിലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനുള്ള ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് തന്നെയായിരുന്നു അത്. ഇൻവിറ്റേഷൻ മുഖേനയാണ് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുക. കുറച്ച് ദിവസം മുന്നേ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മുമ്പിലുള്ള മാരിയോട്ടിൽ വെച്ചിട്ടായിരുന്നു ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു സെക്ഷനിൽ എനിക്കും വൈഫിനും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. വൈഫ് ഓൾറെഡി അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ യാത്രാ തിരക്ക് കാരണം എനിക്കത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു യൂട്യൂബ് കളക്റ്റീവ് മീറ്റപ്പാണ് ഞാൻ പങ്കെടുത്തത്. അപ്പോൾ അത് വളരെ വലിയൊരു അനുഭവമായി. കാരണം നമ്മൾ ഒരുപാട് പേരെ ക്രിയേറ്റേഴ്സിനെ നമ്മൾ കാണാറുണ്ട്, അവരെ ഫോളോ ചെയ്യാറുണ്ട്, അവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു, പരിചയപ്പെടാൻ സാധിച്ചു. നമ്മുടെ ഷിജോ പി എബ്രഹാം ആണെങ്കിലും സാലു കിച്ചൻ ആണെങ്കിലും. നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ദിവസം മുന്നേ യൂട്യൂബിൻ്റെ കളക്റ്റീവ് മീറ്റപ്പ് വച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത്. ആ ഒരു മീറ്റപ്പിൽ എനിക്കും വൈഫിനും പങ്കെടുക്കാനായിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ വൈഫ് ഓൾറെഡി ചാനലിൽ ഉഷസ് ഹോം ഗാർഡനിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, കാരണം കുറേ കാര്യങ്ങൾ യാത്രകളായിട്ട് തിരക്കായി പോയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ആ ഒരു അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. ഒപ്പം അവിടുന്ന് ഒരു ഗിഫ്റ്റ് റാപ്പ് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഈ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്ന് എൻ്റെ വിലപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് കാരണമാണ്, നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ്. കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള മാരിയോട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു സെക്ഷൻ. 2 ദിവസമായിട്ട് മൊത്തം 4 സെക്ഷനാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ദിവസത്തെ 2ാമത്തെ സെക്ഷനിലാണ് ഞാൻ പങ്കെടുത്തത്. അപ്പോൾ ഇതിൽ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ എനിക്ക് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട പേരെന്ന് വെച്ചാൽ ഷിജോ പി എബ്രഹാം. ഒരുപാട് യൂട്യൂബിൽ നല്ല നല്ല കണ്ടൻറ്റ്, ഇൻഫർമേഷൻ ഉള്ള കണ്ടൻറ്റ്സ് ചെയ്യുന്ന, അതായത് നമ്മളെപ്പോലെയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളാണ് ഷിജോ പി എബ്രഹാം. അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. പിന്നെ സാലു കിച്ചൻ ഉണ്ടായിരുന്നു, അവരായിട്ട് കുറച്ചധികം നേരം സംസാരിക്കാൻ പറ്റി. പിന്നെ നീതു ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഞങ്ങളുടെ സെക്ഷനിൽ പ്രധാനമായിട്ടുള്ള 2 കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആരൊക്കെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ചട്ടം ബീസും ഒന്ന് സിംപിളി സ്റ്റൈൽ ഉണ്ണി. ഈ 2 പേരെ ആയിരുന്നു നമ്മുടെ സെക്ഷനിൽ വന്നിട്ടുള്ള യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, പ്രമുഖരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവരായിട്ട് നമുക്ക് ഒരു 2-2.5 മണിക്കൂർ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. ഒപ്പം ഭക്ഷണവും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ ഒരു ടീമായിട്ട് ഫോം ചെയ്ത്, ഇപ്പോൾ ഞാനും വൈഫും ഒന്നിച്ച് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചല്ല ഇരുത്തുക, എല്ലാവരെയും മാറ്റി മാറ്റി ഓരോ ടീമായിട്ടാണ് നമ്മൾ ഇരുത്തുക. കൂടാതെ അവിടെ വെച്ച് തന്നെ ലൈവായിട്ടൊരു കണ്ടൻറ്റ് തരികയും ആ കണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറയുകയും ചെയ്തു. ആ വീഡിയോയും ഞാൻ എൻ്റെ ഈ വരുന്ന വീഡിയോയിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ ആ യൂട്യൂബ് കളക്റ്റീവ് മീറ്റപ്പിൽ കുറച്ച് നല്ല നിമിഷങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാം. അപ്പോൾ അതിന് മുന്നേ തന്നെ എന്തൊക്കെയാണ് യൂട്യൂബ് കളക്റ്റീവ് മീറ്റപ്പിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലാദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാർഡാണ്. ഇതിലൊരു കാർഡിൽ എഴുതിയിരിക്കുന്നത്, ഡിയർ ക്രിയേറ്റർ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദ യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു യൂട്യൂബിൻ്റെ ഒരു ഡയറി ആണെന്ന് തോന്നുന്നു, നോക്കാം. യെസ്, ഒരു ഡയറിയാണ്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഡയറി ആട്ടോ. നല്ല രസമായിട്ട് യൂട്യൂബിൻ്റെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അടിപൊളിയാട്ടോ. പിന്നെ അടുത്തൊരു ക്യാപ്പാണ് യൂട്യൂബ് കളക്റ്റീവ്. ഇതാ യൂട്യൂബിൻ്റെ ഒരു ക്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്പ്. പിന്നെന്താ ഉള്ളത്, പിന്നെ ഇതാ കയ്യിൽ നമ്മൾ ആ സമയത്ത് കെട്ടിയിരുന്ന ഒരു ക്രിയേറ്റർ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ്. പിന്നെ ഒരു പെന്നാണ്.
യൂട്യൂബിൻ്റെ ബ്രാൻഡിങ് എല്ലാം കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് പെൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗിഫ്റ്റ് റാപ്പിൽ കിട്ടിയിട്ടുള്ളത്. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് കളക്റ്റീവ് മീറ്റപ്പ് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് നിങ്ങളുടെ വലിയ സപ്പോർട്ട് കാരണമാണ്. അപ്പോൾ 2023 ഇന്ന് അവസാനിക്കുകയാണ്. 2024 അപ്പോൾ നമ്മുടെ ചാനൽ സുനിൽസ് വാണ്ടർലെസ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഇപ്പോഴും 75% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷനും ഷെയറും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഉള്ള കുറച്ച് നല്ല നിമിഷങ്ങളും ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒപ്പം അന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ, അത് ആ സമയത്ത് ലൈവായിട്ട് ഞങ്ങളുടെ ടീം ഞങ്ങൾ 6 പേരും കൂടെ ഞങ്ങളുടെ ടീം എടുത്തിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തതാണ്. അതും ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഷെയറും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് സുനിൽസ് വാണ്ടർലെസ് വ്ളോഗ്സ്. നമുക്ക് എന്ത് ഡൗട്ട്സ് ഫേസിനെ പറ്റി സ്കിന്നിനെ പറ്റി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ സെർച്ച് ചെയ്യുന്നത് ആളുടെ പേരാണ്, ആളുടെ ചാനലാണ്. അതെന്താ പൊറോട്ടയ്ക്ക് മണ്ണിൽ പ്രത്യേകത ആദ്യമായിട്ട് എളുപ്പത്തിൽ ഒരു പൊറോട്ട ഉണ്ടാക്കി കാണിച്ചത് ഞാനാണ്. നിങ്ങളുടെ വന്നിട്ട് നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയോ? ഓരോരുത്തരും ചൂസ് ചെയ്യാം. അവർക്ക് മൈൻഡ് വരും. ഓരോ മൊബൈലായിട്ട് ഇറങ്ങിക്കോളൂ. ഒരുത്തൻ എന്തോ വലിയ ആളാണെന്ന് വിചാരിച്ചു. അതെ അതെ. Many months later. വീഡിയോസ് കാണാറുണ്ടല്ലോ. ഒരു ഫോട്ടോ എടുക്കട്ടെ. പണ്ട് നമ്മളെ കളിയാക്കുന്നൊക്കെ ഭയങ്കര സെലിബ്രിറ്റി. നമ്മളായിട്ട് ഇനി കൈ കൊടുത്തില്ല വേണം. ഹലോ, കൺഗ്രാജുലേഷൻസ്. അടിപൊളിയായല്ലേ? സൂപ്പറായി എന്തായാലും കേട്ടോ. നമ്മൾ അന്നേ പറഞ്ഞതൊക്കെ ചെയ്യണമെന്ന്. നമ്മുടെ ചാനൽ കാണുന്നുണ്ടോ? അടിപൊളി അടിപൊളി. എടാ അന്നില്ലേ പുച്ഛിച്ചു പോയവരല്ലേ ഇപ്പൊ കയ്യെന്നിട്ട് പോയത്? അതങ്ങനെയാടാ, പണ്ടൊക്കെ നമ്മളെ പുച്ഛിച്ചു പോയവർ അംഗീകരിക്കുന്ന ഒരു കാലം വരും. അതായിരിക്കും ഏതൊരു ക്രിയേറ്റേഴ്സിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്.